إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال نبيكم صلى الله عليه وسلم من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. ആദരണീയരായ പ്രൗഢമായ ഈ സദസ്സിൻ്റെ അലങ്കാരങ്ങളായി ഇവിടെ സന്നിധരായിരിക്കുന്ന ദക്ഷിണ കന്നഡ ജില്ലയിലെ സമസ്ത നേതൃനിരയിലെ അനുഗ്രഹീത സാന്നിധ്യങ്ങളായ പ്രിയങ്കരനായ എസ് ബി ദാരിമി ഉസ്താദ്, പ്രിയപ്പെട്ട ഹുസൈൻ ദാരിമി ഉസ്താദ്, ആദരണീയരായ ഇർഷാദ് ഫൈലി ഉസ്താദ്, ഇർഫാനി ഉസ്താദ്, ഉമറ നേതൃനിരയിലെ പ്രഗത്ഭരായ ഇസ്ഹാഖ് ഹാജി, നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് പ്രിയങ്കരനായ ബുഷറ അബ്ദുൽ അസീസ്, പ്രിയങ്കരനായ മാടന്നൂർ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ഖാദർ ഉസ്താദ്, പ്രിയങ്കരനായ അബ്ദുള്ള കുഞ്ഞി സംഗേഷ്, ആദരണീയരായ ഇബ്രാഹിം ഹാജി, പ്രിയങ്കരനായ താജുദ്ദീൻ, ആദരണീയരായ അബൂബക്കർ ഹാജി, അബ്ദുൽ ഖാദർ എന്ന അബ്ബച്ച, ആദരണീയരായ വേദിയിലിരിക്കുന്ന റസാഖ് ഹാജി, റഷീദ് ഹാജി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രഗത്ഭരായ നേതാക്കൾ, അഭിമന്യരായ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയും പ്രഗത്ഭരായ നേതാക്കളെ, രക്ഷിതാക്കളെ, യുവ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ കൂടലും പിരിയലും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുദീർഘമായ സംസാരത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം വളരെ മനോഹരമായ പ്രഭാഷണങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി. മഹാനായ സമസ്ത കേന്ദ്ര മുഷാവറംഗവും ദക്ഷിണ കന്നഡ ജില്ലാ ഖാദിയും പ്രഗത്ഭനായ കിതാബുകളുടെ ആഴമറിഞ്ഞ മഹാപണ്ഡിതനുമായ ഷെയ്ഖുന തോക്ക ഉസ്താദ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ഈ ധന്യമായ സദസ്സിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച് അസാധാരണമായ ഒരു പ്രഭാഷണം നടത്തിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അള്ളാഹു വന്യരായ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയങ്കരരായ കാസിം ദാരിമിയും അതുപോലെ എസ് ബി ദാരിമി ഉസ്താദും ഹുസൈൻ ദാരിമി ഉസ്താദും എല്ലാം ചുരുങ്ങിയ വാക്കുകളിലൂടെ ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രാധാന്യവും സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ മേന്മയും ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അവർ സംസാരിച്ചത്. മഹാനായ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട അത്ഭുത പ്രതിഭാസമായിരുന്ന അള്ളാഹു 20-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ഉമ്മത്തിന് കനിഞ്ഞേകിയ ഷെയ്ഖുന ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ നാമധേയത്തിൽ സമസ്തയുടെ പ്രവർത്തനങ്ങളെ സക്രിയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ചരിത്രമുറങ്ങുന്ന ഈ ബള്ളാരെ എന്ന നാട്ടിൽ സമസ്തയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സൽബന്ധാവ് മങ്ങലേൽക്കാതെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ട ഒരു മഹാപ്രസ്ഥാനത്തിന് ഇന്നിവിടെ ഔപചാരികമായി തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. മഹാനായ ത്വാക്ക ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ചില വിഷയങ്ങൾ മാത്രം സത്യത്തിൽ നേതാക്കൾ പറയുന്നതിൻ്റെ ഒരു ഷറഹ് പറയുക, അതിൻ്റെ ഒരു വിശദീകരണം പറയുക എന്നതാണ് പിന്നാലെ വരുന്ന അണികളുടെ ഉത്തരവാദിത്തം. മഹാനായ ഉസ്താദ് ആമുഖമായിട്ട് പറഞ്ഞു, ഈ നാടിനൊരു പാരമ്പര്യമുണ്ട്, ഈ നാടിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെയും പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കുന്നതായിരിക്കണം ഇവിടെ തുടങ്ങിയിരിക്കുന്ന ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഉത്തരവാദിത്തമെന്ന് മഹാനവറുകൾ ഊന്നിപ്പറഞ്ഞു. മഹാന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം, സഹാബത്തിൻ്റെ കാലത്ത് ദീന് വരികയും
ആ സ്വഹാബത്തിൻ്റെ സാന്നിധ്യം ഇന്നുമുള്ള ഒരു നാടാണ് ഈ നാട് എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. മഹാനായ തോക്ക ഉസ്താദിനെ നമ്മൾക്കറിയാം. മഹാനവറുകൾ പലപ്പോഴും പല സമയങ്ങളിലും ആ തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ഇന്നിവിടെ നടത്തിയതും ആ തരത്തിലൊരു അസാധാരണമായ സംസാരമാണ്. തുടങ്ങിയത് തന്നെ ഈ നാടിൻ്റെ ഒരു മഹത്വവും മേന്മയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ കളങ്കം കൂടാതെ അള്ളാന്റെ ദീനിൻ്റെ തനതായ രൂപത്തെ ഇവിടെ സംരക്ഷിച്ചു നിർത്തുക എന്നതാവണം ഈ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തമെന്ന് മഹാനവറുകൾ ഊന്നിപ്പറയുകയുണ്ടായി. ആ ഒരു ഉത്തരവാദിത്തം അതുപോലെ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നെ ഇവിടേക്ക് എത്തിച്ചതും ഞാൻ ഈ ഉത്തരവാദിത്തം ഏൽക്കുന്നതുമെല്ലാം അള്ളാന്റെ നിയോഗമാണെന്ന് മഹാനവറുകൾ പറഞ്ഞത് അങ്ങനെയാണ്. പിന്നീട് മഹാനായ ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക്, അതൊരു വല്ലാത്ത വർത്തമാനമാണ്. വർത്തമാന ഇന്ത്യ എന്ന് പറയുന്നത് ആകുലതകൾ നിറഞ്ഞതാണ്, ഭീതി നിറഞ്ഞതാണ്. ഭയത്തിൻ്റെ വർത്തമാനമല്ലാതെ, ഭയത്തിൻ്റെ വൃത്താന്തമല്ലാതെ രാജ്യത്തെവിടെയും നമ്മൾക്ക് കേൾക്കാനില്ല. എല്ലാ മേഖലയിലും നമ്മൾ കേൾക്കുന്നത് അതാണ്. മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു. തബ്രീസ് അൻസാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടതും നമ്മൾ കേട്ടു. ഹാഫിള് ജുനൈദ് കഴിഞ്ഞ വർഷത്തെ ബലിപെരുന്നാളിൻ്റെ തലേന്ന് ഹാഫിള് ജുനൈദ് എന്ന് പറയുന്ന 14 വയസ്സ് പ്രായമുള്ള ഇളം പ്രായത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു കുട്ടി അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു. ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ വാർത്ത, സ്വാതന്ത്ര്യദിനത്തിൻ്റെ പുലരിയിൽ നമ്മൾ കേട്ട വാർത്ത പോലും അത്യന്തം ഭീതിജനകമായിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: പഹ്ലുഖാൻ എന്ന് പറയുന്ന ഹരിയാനയിൽ നിന്ന് പശുക്കളെ വാങ്ങിയിട്ട് നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ട ഒരു ക്ഷീര കർഷകൻ, പാല് വിറ്റിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ നാഷണൽ ഹൈവേയിൽ തടഞ്ഞു നിർത്തിയിട്ട് മൃഗീയമായിട്ട് തല്ലിക്കൊല്ലുകയും ആ കൊല്ലുന്നതിൻ്റെ ദൃശ്യം വീഡിയോ എടുത്തിട്ട് ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തവരെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. കോടതി പറഞ്ഞ ന്യായം ഒരു വീഡിയോ തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്നതാണ്. 21ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ജുഡീഷ്യറിയുടെ അകത്ത് പോലും പുഴുക്കുത്തുകൾ വീണുപോയോ എന്ന് സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. പഹ്ലുഖാൻ എന്ന് പറയുന്ന മനുഷ്യനെ പച്ചക്ക് കൊന്നവരെ വെറുതെ വിടുന്ന വൃത്താന്തം നമ്മൾ കേട്ടു. ഈ ഭീതിയുടെ വർത്തമാനങ്ങൾക്കിടയിലും മഹാനായ നേതാവ് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ചില നാടുകളിലൊക്കെ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നമ്മൾ അരികുവൽക്കരിക്കുകയല്ല. എന്നാൽ പോലും ഭീതിയുടെ വർത്തമാനം മാത്രമല്ല ജനതയ്ക്ക് കൈമാറേണ്ടത്, പ്രതീക്ഷയുടെ വർത്തമാനമാണ് കൈമാറേണ്ടത്. സമസ്ത കാലങ്ങളായിട്ട് ചെയ്തത് ഈ ഒരു നടപടിയാണ്, ഈ ഒരു നിലപാടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രതിരോധം നമ്മൾക്കാവാം, പ്രതിരോധം അപരാധമല്ല എന്ന് പറയുന്നവരോട് ഞങ്ങളും തിരിച്ചു പറയുന്നത് അത് തന്നെയാണ്. പ്രതിരോധം അപരാധമല്ല, പക്ഷെ പ്രതിരോധത്തിൻ്റെ സാഹചര്യം എവിടെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്? ആരെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്? നമ്മുടെ ദീർഘദൃക്കുകളായ നേതാക്കൾക്ക് ഇല്ലാത്ത തിരിച്ചറിവ് ഈ കാലത്ത് നമ്മൾക്കുണ്ടായി എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ എങ്ങനെയാണ് നമ്മൾ അത് അംഗീകരിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ശംസുൽ ഉലമ കാണാത്തതിന് കണ്ടു എന്ന് ഇവിടെ വന്നിട്ട് ആരെങ്കിലും പറഞ്ഞാൽ, മഹാനായ ശിഹാബ് തങ്ങൾക്ക് തിരിയാത്ത ദീന് ഞങ്ങൾക്ക് തിരിഞ്ഞു എന്നാരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം, സമസ്ത രൂപീകരിക്കപ്പെട്ടത് കേരളവും കർണാടകയും തമിഴ്നാടും ഒക്കെയായി ഇന്ത്യ രാജ്യം 30 സ്റ്റേറ്റുകളായിട്ട് വിഭജിക്കപ്പെടുന്നതിന് മുമ്പ്, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, ഇന്ത്യ ഇന്ന് കാണുന്നത് പോലെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് 1926 1926 അന്ന് ഈ രാജ്യം ബ്രിട്ടീഷുകാരൻ്റെ കയ്യിലാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കയ്യിലാണ് അന്നത്തെ ഇന്ത്യ നിലകൊള്ളുന്നത്. നമ്മൾ നോക്കണം, ഒരു കാലത്ത് ബ്രിട്ടന്റെ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞത് അങ്ങനെയാ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. ഗാന്ധിജിയോട് പത്രക്കാർ ചോദിച്ചിട്ടുണ്ട്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ നിങ്ങൾ ഈ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ, നിങ്ങൾ ഈ പട നയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? ഗാന്ധിജി പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ടുള്ളത് പോരാടുക എന്നതാണ്. എന്നെ സംബന്ധിച്ച് ആത്യന്തികമായിട്ടുള്ളത് സമരം ചെയ്യുക എന്നതാണ്. സമരത്തിൽ ജയിക്കുന്നോ പരാജയപ്പെടുന്നോ എന്നത് പ്രധാനമല്ല, സമരം ചെയ്യുക. ഇന്നിന്റെ കാലത്ത് എൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുക, അതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഗാന്ധി പറഞ്ഞത് അങ്ങനെയാണ്. 1947 വന്നു. ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തിക്കൊണ്ട്
സാക്ഷാ പണ്ഡിറ്റ് നെഹ്റു മനോഹരമായൊരു പ്രഭാഷണം നടത്തിയിരുന്നു. ദ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന, ഇന്ന് ഗൂഗിളിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും നെഹ്റുവിൻ്റെ മനോഹരമായൊരു ഒരു പ്രഭാഷണം. അദ്ദേഹം പറഞ്ഞു, ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്ക് ഉണരുകയായി. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറുകയല്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് മുന്നേ ഇവിടെ സമസ്തയുണ്ട്. സമസ്ത സമുദായത്തിൽ ചെയ്ത ദൗത്യം എന്താ? 1926 ആരാ സമസ്ത രൂപീകരിച്ചത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ ഔലിയാക്കളുടെ നേതാവ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. ലോകത്തെവിടെയും കാണാത്ത തരത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സുഭദ്രമായി സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ചട്ടക്കൂടിനകത്ത് വളരെ ശാസ്ത്രീയമായിട്ട് സംവിധാനിച്ചു നിർത്താൻ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണ്. ആ കാലഘട്ടത്തിൽ ഔലിയാക്കൾ അതിന് മുന്നോട്ട് വന്നു. ആ കാലഘട്ടത്തിലെ ഉലമാക്കൾ അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. കാലാന്തരങ്ങളിൽ അള്ളാനെ പേടിച്ചു കഴിഞ്ഞ മാതൃക തീർത്ത ജീവിതം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നേതാക്കള് അവരാ സമസ്തക്ക് നേതൃത്വം നൽകിയത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ സമസ്തയുടെ ആ ചരിത്രം അത്ഭുതകരമാണ്. ഞാൻ സുദീർഘമായ ചരിത്രത്തിലേക്ക് പോവില്ല. ഞാൻ പറഞ്ഞു വന്നത്, സമസ്ത രൂപീകരിക്കുമ്പോൾ അതിന്റെ നയനിലപാടുകൾ അതിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചു. ഭരണഘടനയിൽ എന്താണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഒബ്ജക്റ്റീവ്, ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ സമസ്ത പറഞ്ഞത്, ഒന്ന് സുന്നത്ത് ജമാഅത്ത് അള്ളാന്റെ ദീന് കേട് കൂടാതെ അതേപോലെ സംരക്ഷിക്കുക. മറ്റൊന്ന്, മുസ്ലിം സമുദായത്തിന് ആധുനിക വിദ്യാഭ്യാസം കൂടി നൽകിക്കൊണ്ട് അവരെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ തുടങ്ങി സമസ്തന്റെ ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങളുടെ കൂടെ ഈ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് സമസ്ത മുന്നോട്ട് പോയി. ആ ലക്ഷ്യത്തിൽ എവിടെയാ സമസ്തക്ക് പിഴവ് പറ്റിയത്? ആ ലക്ഷ്യത്തിൽ എവിടെയാണ് സമസ്തക്ക് കുറവ് വന്നത്? ഞാൻ പറയട്ടെ, നമ്മൾ സമസ്തക്കാരാണെന്ന് പറയുമ്പോൾ സമസ്ത പറയുന്നത് 100% അംഗീകരിക്കാനാവണം. ശംസുൽ ഉലമ നേതാവാണെന്ന് പറയുമ്പോൾ ശംസുൽ ഉലമയുടെ ഏത് രാജ്യവും ഏത് പാതിരാത്രിക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. കണ്ണിയത്ത് ഉസ്താദാണ് നേതാവ് എന്ന് പറയുമ്പോൾ കണ്ണിയത്ത് ഉസ്താദിന്റെ സമാധാനത്തിന്റെ മാർഗം അന്തസ്സോടുകൂടെ സ്വീകരിക്കാനാവണം. കാളമ്പാടി ഉസ്താദ് നയിച്ചു എന്ന് പറയുമ്പോൾ ആ സൗമ്യമായ വഴിയെ സ്വീകരിക്കാനാവണം. മഹാനായ സൈനുൽ ഉലമ ഞങ്ങളുടെ 20 വർഷത്തെ നേതാവായിരുന്നു എന്ന് പറയുമ്പോൾ ആ ദീപ്തമായ ഓർമ്മകള് സൗമ്യമായ മുന്നേറ്റത്തിന് നമ്മൾക്ക് കരുത്തു പകരണം. മഹാനായ ശിഹാബ് തങ്ങള് ഞങ്ങളുടെ കാലത്തെയും അഭിമാനമാണെന്ന് പറയുമ്പോൾ ഒരു പുഞ്ചിരി കൊണ്ട് ജനതയെ എങ്ങനെ സ്വാംശീകരിക്കാമെന്നും എങ്ങനെ ശാക്തീകരിക്കാമെന്ന് പഠിപ്പിക്കുകയും ഒരു വാക്കുകളെക്കാളും മൗനത്തിന് വാക്കുകളെക്കാളും വാചാലമാകുന്ന മൗനം കൊണ്ട് ഉമ്മത്തിന്റെ അവകാശങ്ങൾക്ക് കൃത്യമായ നിർവചനങ്ങൾ തീർക്കാനാകുമെന്ന് പഠിപ്പിച്ച ആ ശിഹാബ് തങ്ങളെ ജീവിതം കൊണ്ട് നമ്മൾക്ക് ഉൾക്കൊള്ളാനാവണം. അല്ലാത്ത പറച്ചിലുകളൊക്കെയും ഉള്ളു തട്ടാത്ത പറച്ചിലുകൾ മാത്രമാണ്. ഉള്ളു തട്ടാത്ത പറച്ചിലുകളാണ്. അങ്ങനെ പറയുന്നവർ ഈ സമുദായത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞവർ മുഴുവനും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തൂത്തെറിയപ്പെട്ടതും ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾ പഠിക്കേണ്ടതാ. സമസ്ത ഏതൊക്കെ കാലത്ത് ഏതൊക്കെ നിലപാടുകൾ എടുത്തിട്ടുണ്ടോ ഒരു നിലപാടും നയവും മാറ്റേണ്ടി വന്നിട്ടില്ല. എല്ലാ വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാവട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ സമസ്ത നിലപാട് പറഞ്ഞു. സമസ്ത പറഞ്ഞ നിലപാടുകളിലേക്ക് പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ മറ്റുള്ളവർ എത്തേണ്ടി വരുന്നതും നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. അള്ളാന്റെ ദീന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എപ്രകാരമാണോ നമ്മെ പഠിപ്പിച്ചത് ആ രീതി അതേപോലെ പിന്തുടരാൻ, അതാണ് സമസ്ത കാണിച്ച ധാർമ്മികമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതാണ്. അതിൽ വെള്ളം ചേർക്കാൻ വന്നവർ പല മുഖമൂടികളായിട്ട് വന്നു. കള്ളത്തൊരീക്കത്തുകാർ വന്നു. കള്ളത്തൊരീക്കത്തുകാരനെ മുഴുവനും പിടിച്ചു കെട്ടിയിട്ട് അവരെ ഒന്നുമല്ലാതാക്കി മാറ്റിയത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്, സമസ്തയാണ്. ചരിത്രം പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. എത്ര ത്വരീക്കത്തുകാർ ഇവിടെ വന്നിരുന്നു, എത്ര ത്വരീക്കത്തുകാർ ഏതൊക്കെ വേഷത്തിൽ അവർ വന്നിരുന്നു. സമുദായത്തിനകത്ത് സമുദായത്തെ സഹായിക്കാൻ എന്ന പേരിൽ പല വേഷത്തിൽ അവർ വന്നു. അവരെ മുഴുവനും സമസ്ത കൈകാര്യം ചെയ്തു. സമസ്ത കൃത്യമായിട്ട് ഇടപെട്ടു. ആദർശത്തിന്റെ പടക്കളത്തിൽ തൗഹീദിന്റെ പടപ്പാട്ടുമായി ശംസുൽ ഉലമയാണ് മുന്നിൽ നിന്നിട്ട് പട നയിച്ചത്. ശംസുൽ ഉലമയുടെ തേരോട്ടത്തിന് മുന്നിൽ കള്ളത്വരീക്കത്തുകൾ മുഴുവനും കടപുഴകി വീണു. അതുപോലെ നവീന ആശയങ്ങളുമായിട്ട് വന്നവർ, അള്ളാന്റെ ദീനിൽ വെള്ളം ചേർക്കാൻ വന്നവർ, കേട്ട് കേൾവിയില്ലാത്ത ആശയങ്ങൾ മുഴുവനും അള്ളാന്റെ ദീനിന്റെ ഭാഗമാണെന്ന് പറഞ്ഞവർ, പാരമ്പര്യ ഇസ്ലാമിനെ പുച്ഛിച്ച് തള്ളാൻ വേണ്ടി വന്നവർ, ഇന്ന് അവരുടെ സ്ഥാനം എവിടെയാ? ഇന്ന് സമുദായത്തിൽ അവരുടെ സ്ഥാനം എവിടെയാ? അവരെ ഒന്നുമല്ലാതാക്കി തീർത്തത് സമസ്ത തന്നെയാണ്. അതിൽ
ഇങ്ങനെ ഓരോ സമയങ്ങളിലും ഓരോ കാലഘട്ടത്തിലും സമസ്ത കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു. അത്തരം നിലപാടുകളുടെ ഭാഗമായിരുന്നു തീവ്രവാദ ആശയങ്ങളുമായിട്ട് വന്നവർക്കെതിരെയുള്ള നിലപാട്. ആദ്യമായിട്ട് ഇത്തരം ആശയങ്ങൾ വരുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു. രാത്രികാലങ്ങളിൽ അവർക്ക് ക്യാമ്പ് നടത്തി, മെഴുകുതിരി കത്തിച്ച് ആളുകളില്ലാത്ത കെട്ടിടത്തിനകത്ത് കൊണ്ടുപോയിട്ട് അവരോട് പറഞ്ഞു, ഈ രാജ്യത്ത് ഇസ്ലാം അപകടത്തിലാണ്, അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കായികമായിട്ട് ശക്തി ഉണ്ടാക്കണം, മസിൽ വീർപ്പിച്ചു കൊണ്ടുവരണം. എന്തിനാ? അള്ളാന്റെ ദീനിനെ പ്രതിരോധിക്കാൻ, പരിശുദ്ധ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ. ഈ ഒരു വൃത്താന്തം നാദാപുരം ഭാഗത്ത് നിന്നാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഈ ഫിത്നക്ക് തുടക്കം കുറിച്ചത് ആ ഭാഗത്ത് നിന്നാണ്. അങ്ങനെ ഒരു കുഴപ്പത്തിന്റെ വാർത്ത വന്നപ്പോ ഇസ്ലാമിക സമൂഹത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ വിദ്യാർത്ഥി പഠനേനയെ അഭിമാനപൂർവ്വ സജ്ജമാക്കി SKSF ഇടപെട്ടു. SKSF നിലപാടെടുത്തു. ഈ നിലപാട്, ഇങ്ങനെ ഒരു സമീപനം അപകടമേ വരുത്തുകയുള്ളൂ, ഇങ്ങനെ ഒരു സമീപനം അപകടമുണ്ടാക്കും. ആ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് SKSF-നെ ദുആ ചെയ്ത് അനുഗ്രഹിച്ചതാരാ? മഹാനായ ശംസുൽ ഉലമയാണ്. തീവ്രവാദത്തിനെതിരെ SKSF നിലപാടെടുത്തപ്പോ ആ നിലപാടിന് ഏറ്റവും വലിയ ദുആഇന്റെ പിന്തുണ നൽകിയത് മഹാനായ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമ പറഞ്ഞത് കാലാന്തരങ്ങളിൽ തെളിയിക്കപ്പെട്ടു. SKSF-ന്റെ നിലപാട് ശരിയാണെന്ന് ചരിത്രം ഇന്ന് വിളിച്ചു പറയുന്ന സത്യമാണ്. ആ തീവ്രവാദ പ്രസ്ഥാനങ്ങള് കാലം കഴിഞ്ഞപ്പോ അന്വേഷണ ഏജൻസികൾ അവരുടെ വീടുകളിലേക്ക് കയറി വന്നു, നമ്മളെ സ്ഥാപനങ്ങളിലേക്ക് വന്നപ്പോ നമ്മളെ നേതാക്കൾ പറഞ്ഞു, അങ്ങനെ ചിന്താഗതികളുള്ളവരെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നേ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് ഞങ്ങളെ നേതാക്കൾ അത് തിരിച്ചറിഞ്ഞു. ശംസുൽ ഉലമ അത് മനസ്സിലാക്കി, ഞങ്ങളെ നേതാക്കളെ മനസ്സിലാക്കി, അവരെവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മളെ സ്ഥാപനങ്ങൾക്ക് ഒരു കുറവും വന്നില്ല, നമ്മളെ പ്രസ്ഥാനത്തിന് ഒരു കുറവും വന്നില്ല. മഹാനായ ശംസുൽ ഉലമ കൃത്യമായ നിലപാടെടുത്തു. പിന്നീട് ആ പ്രസ്ഥാനങ്ങൾക്ക് എന്താ സംഭവിച്ചത്? അവര് പേരുമാറ്റി, പല പേരുകളിലായി, ഒരുപാട് പേരുകളിൽ വന്നു. നാദാപുരത്ത് നിന്ന് തുടങ്ങി അതിന്റെ പേരും ചരിത്രവും മുഴുവനും, ഒന്ന് സമയത്തിന്റെ പരിമിതി കാരണം ഞാനത് വിശദീകരിക്കുന്നില്ല. ഓരോ ഘട്ടത്തിലും നമ്മൾ നിലപാടെടുത്തു. നിലപാട് പറയുമ്പോൾ ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവും, അതങ്ങനെയാണ്. നേതാക്കൾ ചിലത് പറയുമ്പോ പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് തോന്നും ഇത് സംഘടനക്ക് ക്ഷീണമല്ലേ. മംഗലാപുരത്ത് സമസ്തന്റെ മഹാസമ്മേളനത്തിൽ വെച്ച് ആ നിലപാട് സമസ്തന്റെ നേതാക്കൾ പറഞ്ഞപ്പോ പലരും നെറ്റിച്ചുളിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ കർണാടകത്ത് സമസ്ത ഉണ്ടാവുമോ? സമസ്തന്റെ കൊടി പിടിക്കാൻ ആളുണ്ടാവുമോ? മഹാനായ ശിഹാബ് തങ്ങളോട് ഇതേ ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു. തങ്ങളെ ഇത്ര കർശനമായിട്ടൊരു നിലപാടെടുത്താൽ, ഇങ്ങനെ ഒരു നിലപാട്, ഇത്ര കർക്കശമായിട്ട് നിലപാട് പറഞ്ഞാൽ, നാളെ തങ്ങളെ കൂടെ കൊടി പിടിക്കാൻ ആളില്ലാതെ വന്നാലോ? മഹാനായ തങ്ങൾ അന്ന് പത്രക്കാരോട് പറഞ്ഞത്, ഈ കൊടി പിടിക്കാൻ ആളില്ലാതെ അവസാനം ഞാൻ ഒറ്റക്കായാൽ, ഞാൻ ഒറ്റയ്ക്ക് ഈ പതാകയും പിടിച്ച് മരിക്കുന്നത് വരെ മുന്നോട്ട് പോകുമെന്ന് പാണക്കാട്ടമുത്ത് ഇന്ത്യ രാജ്യത്തെ മുസൽമാന് ബഹുസ്വര സമൂഹത്തില് ഇസ്സത്തോടെ ജീവിക്കാന്, അന്തസ്സോടുകൂടെ ജീവിക്കാൻ ഏറ്റവും ഉദാത്തമായ മാതൃക കാട്ടിയ പാണക്കാട്ട് അസർമുല്ല സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, തങ്ങളെ നിലപാട് അക്ഷരം പ്രതി ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചതാണ്. ഞാൻ നീട്ടി പറയുകയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, തീവ്രവാദ നിലപാടുകള്, ഭയത്തിന്റെ വൃത്താന്തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ പറയുന്നവർ അത് അപകടമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് സമുദായത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. പ്രതിരോധത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് ഇന്ത്യ രാജ്യത്തെ 14 കോടി മുസ്ലിങ്ങളെ രക്ഷിച്ചെടുക്കാമെന്ന് ആരെങ്കിലുമൊക്കെ രാത്രിയുടെ കൂരിരുട്ടിൽ നിങ്ങളോട് വന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യം വേറെയാണ്. കീശ വീർപ്പിക്കാനും പള്ള വീർപ്പിക്കാനുമല്ലാതെ സമുദായത്തിന് നന്മ ചെയ്ത ചരിത്രം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഗൗരവത്തോടുകൂടെ തന്നെ പറയാം, നിങ്ങൾ ചരിത്രം പരിശോധിക്കൂ. തീവ്രവാദ ആശയവുമായിട്ട് സമുദായത്തിലേക്ക് വന്ന ഓരോ നേതാവിന്റെയും അവരുടെ ബിനാമി സ്വത്ത് പരിശോധിച്ചാൽ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. സമുദായത്തെ ഒറ്റ കിട്ടുന്ന അച്ചാരം കൊണ്ട് കാശും പള്ളയും വീർപ്പിക്കുന്നവരെ കരുതിയിരിക്കാൻ കാലമേൽപ്പിച്ച ദൗത്യമാണ് ഇവിടെ ശംസുൽ ഉലമ ട്രസ്റ്റ് നടത്തുന്നത്. ഇവിടെ സമസ്ത ചെയ്തത് ആ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇത് എങ്ങനെ പറയാതിരിക്കാനാവുക? അപ്പുറത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, അപ്പുറത്ത് ഭൂരിപക്ഷ തീവ്രവാദമുണ്ട്, അപ്പുറത്ത് ഭൂരിപക്ഷത്തിന്റെ ഹിംസയുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷം സംഘടിക്കണം, ന്യൂനപക്ഷം ഹിംസയുടെ മാർഗത്തിലേക്ക് പോകണം എന്ന് പറയുന്നത് എത്രമേൽ അപകടകരമാണ്, എത്രമേൽ ആപൽക്കരമാണ്. ഫാഷിസത്തിന് കാലാന്തരങ്ങളിൽ ഒരു ശത്രു ആവശ്യമാണ്, ഒരു ശത്രു വേണം ഫാഷിസത്തിന്.
ഫാഷിസത്തിന് നിലനിൽക്കണമെങ്കിൽ ശത്രു അനിവാര്യമാണ്. ഉംബർട്ടോ എക്കോ എന്ന് പറയുന്ന പ്രഗത്ഭനായ ചിന്തകനുണ്ട്. അദ്ദേഹം ഫാഷിസത്തെ പറ്റി ആധികാരികമായ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ 14 ലക്ഷണങ്ങൾ പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അദ്ദേഹം പറയുന്നത്, ഫാഷിസം നിലനിൽക്കണോ അതിനൊരു ശത്രുവിനെ വേണം. ഒരു ശത്രുവിനെ, ആ ശത്രുവിന്റെ റോള് ഈ സമുദായത്തിനകത്ത് ചെയ്യാൻ സ്വയം ജീവൻ ഹോമിക്കുന്ന ഒരു തരത്തിലും ഉമ്മത്തിനോട് താല്പര്യമില്ലാത്തവരാണ് ഈ തീവ്രവാദത്തിന്റെ ആശയങ്ങൾ പറയുന്നവർ. ഒരു സംശയം വേണ്ട മുഅ്മിനെ, ഒരു സംശയം വേണ്ട. ഇത് കേരളത്തിലാണെങ്കിലും ഇത് കർണാടകയിലാണെങ്കിലും ഇത് ബീഹാറിലാണെങ്കിലും നമ്മൾ കണ്ടതാണ്. അവർ ചെയ്യുന്ന ദൗത്യം ഏതെന്നറിയുമോ? അവസാനമായി സെരിംഗപട്ടണം എന്ന് പറയുന്ന ആ കൊട്ടാരത്തിനകത്ത് മഹാനായ ടിപ്പു സുൽത്താനെ ഒറ്റുകൊടുത്ത മീർ ജാഫറിന്റെ ദൗത്യമാണ് അവർ ചെയ്യുന്നത്. ഏതെന്നറിയുമോ? അവസാനത്തെ നവാബിനെയും ഒറ്റുകൊടുത്തിട്ട് ബംഗാളിന്റെ മണ്ണ് ബ്രിട്ടീഷുകാരന്റെ കാൽ കീഴിൽ കൊണ്ടുവച്ച മീർ സ്വാദിഖിന്റെ ദൗത്യമാണ്. മീർ സ്വാദിഖുമാരും മീർ ജാഫർമാരും സമുദായത്തിൽ പിന്നെയും ഉണ്ടാകുമ്പോ നമ്മൾക്ക് പറയാനുള്ളത്, കാലം മീർ സ്വാദിഖിനും മീർ ജാഫറിനും എന്ത് നീതിയാണോ ചെയ്തത്, ആ നീതി മാത്രമേ ഇവർക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഞാൻ നീട്ടിക്കൊണ്ട് പോവുകയല്ല. സമസ്ത ചെയ്യുന്നത് സത്യത്തിന്റെ മാർഗത്തിൽ ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്തുക എന്നതാണ്. സമാധാനത്തിന്റെ മാർഗത്തിൽ. സംയമനമല്ലാതെ ഉമ്മത്തിന്റെ മുമ്പിൽ വേറെ മാർഗമില്ല. സംയമനം. ഏതാണ് ആ സംയമനം? മഹാനായ നേതാവ് പറഞ്ഞു, നിങ്ങൾ ദീനിലേക്ക് മടങ്ങൂ. നിങ്ങളുടെ സംസാരത്തിൽ ദീന് വരട്ടെ, നിങ്ങളുടെ വേഷത്തിൽ ദീന് വരട്ടെ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ ദീന് വരട്ടെ. അള്ളാന്റെ ദീനിനെ വ്യക്തി ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ എന്ന് മുസ്ലിമിന് സാധ്യമാകുന്നുവോ അന്ന് മോചനം സാധ്യമാകും. ആരാ പറഞ്ഞത്? മഹാനായ തോക്ക ഉസ്താദ് ഇവിടുന്ന് പറഞ്ഞ ആശയം അതാണ്. നമ്മളെ നേതാക്കൾ പറഞ്ഞതും അതാണ്. മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ഓരോ സന്ധികളുടെ ചരിത്രം പഠിക്കണം. ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട് മദീനയിൽ നിന്ന് വന്ന് മക്കയുടെ അതിർത്തിയിൽ വെച്ച് മക്കക്കാരോട് കരാർ ചെയ്ത് ഉംറ ചെയ്യാതെ തിരിച്ചു പോകുമ്പോ അനുയായികൾ ചോദിച്ചിരുന്നു, നബിയെ, ബലപ്രയോഗത്തിലൂടെ നമ്മൾക്ക് ചെയ്യാമല്ലോ, നമ്മൾക്കൊരു ഉംറ ചെയ്യാൻ എന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു കരാറ്? എന്തിനാണ് ഈ സമാധാനം? എന്തിനാണ് ഈ സംയമനം? നമ്മൾക്ക് പ്രതികരിച്ചുകൂടെ? നമ്മൾക്ക് മക്കത്ത് പോയിക്കൂടെ? അള്ളാന്റെ റസൂല് പറഞ്ഞത്, അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ദൈവികമായ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. പിന്നീട് നടന്നത് മുഴുവൻ ചരിത്രമാണ്. പിന്നീട് നടന്നത് ഇതേ മക്ക അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന ഒരു സമയമുണ്ട്. ഇതേ മക്ക കഅബാലയത്തിന്റെ തുറക്കപ്പെടാത്ത ആ താക്കോല് മഹാനായ റസൂലുള്ളാന്റെ കയ്യില് ഉള്ളം കയ്യിൽ വെക്കപ്പെട്ട ഒരു ചരിത്രമുണ്ട്. സമയം വളരെ പ്രധാനമായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് പറയട്ടെ. നമ്മൾ സമസ്തന്റെ കൂടെ നിൽക്കുമ്പോൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചത് നമ്മൾ സമസ്തയെ ശക്തിപ്പെടുത്തുകയാണെന്ന്. അല്ല, അങ്ങനെയല്ല. സമസ്ത നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മൾ സമസ്തന്റെ കൂടെ നിന്നിട്ടില്ലെങ്കിലും ഈ ഹക്കായ പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും. ഞാൻ എല്ലാവരോടും കൂടി ഓർമ്മപ്പെടുത്താൻ, നമ്മളാരും സമസ്തക്ക് നമ്മൾ ആവശ്യമില്ല, പക്ഷെ നമ്മൾക്ക് സമസ്ത ആവശ്യമുണ്ട്. ഈ വസ്തുത തിരിച്ചറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മറ്റുള്ള സംഘടനകൾ അങ്ങനെയല്ല. ആ സംഘടനകൾക്ക് നിലനിൽക്കാൻ ഒരു പക്ഷെ നമ്മളെ വേണം, എന്നാൽ സമസ്തക്ക് നിലനിൽക്കാൻ നമ്മൾ ആവശ്യമില്ല. നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾക്ക് സമസ്ത വേണോ എന്നതാണ്. അള്ളാന്റെ ദീനിന്റെ ഈ ഹക്കായ മാർഗം നമ്മൾക്ക് വേണോ എന്നതാണ്. ജമാഅത്തിൽ കുഴപ്പമില്ലാതെ, ഈ നാട് ഭിന്നിക്കാതെ, സമാധാനപരമായി പാരമ്പര്യമായിട്ട് കൈമാറ്റപ്പെട്ട ഈ ഒരു സമാധാനത്തിന്റെ മാർഗത്തെ അഭിമാനപൂർവ്വം നിലനിർത്താൻ എന്താണോ നമ്മൾക്ക് സാധ്യമാകുന്നത്, ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും ഇന്നത്തെ കാലഘട്ടത്തിന്റെ പുതിയ സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിവേകത്തോടുകൂടെ ഇടപെടണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. എസ്.ബി. ദാരിമി ഉസ്താദൊക്കെ നേരത്തെ പറഞ്ഞത് അതാണ്. സമാധാനപൂർവ്വം, വിവേകപൂർവ്വം, ബുദ്ധിപൂർവ്വം ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളെ യഥാവിധി അവലോകനം ചെയ്തുകൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകണം. ഈ ട്രസ്റ്റിന്റെ ഭാരവാഹികളോടും ഇതിന്റെ മെമ്പർമാരോടും ഇതിന്റെ സഹകാരികളോടും ഒക്കെ പറയാനുള്ളത്, മറ്റുള്ളവരെ വിമർശിക്കുന്ന രീതിയിലോ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന തരത്തിലോ ഉള്ള ഒരു പ്രവർത്തനം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അത് ശംസുൽ ഉലമക്ക് പൊരുത്തമാവില്ല, അത് കണ്ണിയത്ത് ഉസ്താദിന് പൊരുത്തമാവില്ല. നമ്മൾ സമാധാനത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുകയും നമ്മൾ ഹക്കിന്റെ കൂടെ നിലകൊള്ളുകയും ഇക്കാലം വരെ ഹൃദയാന്തരാളങ്ങളിൽ അഭിമാനപൂർവ്വം നമ്മൾ കൊണ്ടു നടന്ന ആ സമസ്തന്റെ ത്രിവർണ്ണ പതാക
അത് ഇസ്സത്തോടു കൂടെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമ്മൾക്ക് ഉണ്ടാവും. അള്ളാന്റെ ഔലിയാക്കള്, പ്രത്യേകിച്ച് ശംസുൽ ഉലമയുടെ മദദ് നമ്മൾക്ക് ഉണ്ടാകും. പടച്ചോൻ സഹായിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ട്രസ്റ്റിന്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. പ്രിയങ്കരനായ മംഗള അബൂബക്കർ ഹജിയും അതുപോലെ പ്രിയങ്കരനായ അബ്ബച്ച അൽഹംദുലില്ലാ അദ്ദേഹം 10 സെന്റ് സ്ഥലം ഇതിനു വേണ്ടി വാഗ്ദാനം ചെയ്തു എന്നറിയാനായി. മാഷാ അല്ലാഹ്, അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് സമസ്തക്ക് വേണ്ടി വലിയ ഖിദ്മത്ത് ചെയ്യുന്ന ഒരു പറ്റം നല്ല സമസ്തയെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പറ്റം ആളുകളാണ് ഇവിടെ ഉള്ളത്. അവർ തന്നെയാണ് ഈ ട്രസ്റ്റിൻ്റെ തലപ്പത്തുമുള്ളത്. അള്ളാഹു അവരെ ശക്തിപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നമ്മുടെ മാടന്നൂർ മജ്ലിസുന്നൂർ അടുത്ത സെപ്റ്റംബർ 6-ാം തീയതിയാണ്. ആ സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ശ്രദ്ധ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.